രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമോ ഭരതൻ്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളോ ഏവം പുകഴ്ത്തും അതു നേരം, ആദിത്യദേവനും ഉദിച്ച് ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോട് രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനിച്ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരും അറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവൈരാഗ്യപുരം ഗമിച്ചിട്ട് ഉടൻ ഗംഗാത്തടെ ചെന്നിരുന്നു. പെരുമ്പട കേകയപുത്രീ സുതൻ പടയോടും ആഗതനായതു കേട്ടു ഗുഗന്ധത സംഗീതമാനസനായി വന്ന് തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാൻ. അതു നേരം വാണച്ചാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളുമൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ട് ഇപ്പോൾ വരുന്നതുകൊണ്ട് വൈകിടാതെ. പൗരവസിഷ്ഠാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനമേനും ഉണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ച് അരുളിനാൻ. കിം ബഹുന വത്സ വൃത്താന്തമൊക്കെ ജ്ഞാനദൃശ്യം കണ്ടറിഞ്ഞിരിക്കും. ഇത് മനസ്സേ ശോകമുണ്ടാകൊല കേൾക്കനീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറ്റമേ ഭക്തി, ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം. ഇന്ന് എന്നെ സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ. വന്നു പടയോടും ഇല്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്ക് ഇതിനില്ലൊരു വൈമുഖ്യം എന്നു ഭരതനും കാൽ കഴുകി സമാചാര്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി വിദ്രുതം ഓമഗ്രഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞിതു തരുക്കളും ദേവനിതമാരായി രഥകളും. ഭാവനാവൈഭവം എത്രയും അത്ഭുതം. താതനു സൗഖ്യമല്ലീ നിജ മനസേ ഖേദമുണ്ടോ പുനർ എന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നത് എന്നോടു ചൊല്ലിയിടുവാൻ
എന്തോ സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകേൾ, നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ച് മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച്. രാമ രാമായിരി സീതേതി കുമാരായിരി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാൻ അറിക നീ. ദേവഭോഗേന സുഖിച്ച് സന്തുഷ്ടനായി കർണശൂലാപം ഒരു വചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണം വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്കി മറ്റുള്ള ജനങ്ങളും ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിന. ആ താതാ മാം പരിത്യജ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയതയ്യോ ഭവാൻ. അതോസ്മി നിന്നെ സ്നേഹിനെ ലാളിപ്പതാനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും വണ്ണമേ രോദനം ചെയ്തു വീണിടിനാൻ ഭൂതളേ. തഥാശയാം വസിഷ്ഠോക്തികൾ കേട്ട് അവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ. മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്യാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം. ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഓര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ആരാപകരണം ചെയ്തിടുവൻ എന്നു. അന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിത്യം ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടു ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ച് വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായ ആനന്ദനായി മുന്നം ഏകനാനന്ദനായി ലോക കാരണം വികൽപോപാതി വിരഹിതൻ തന്നെ മായ തനിക്ക് ആശ്രയബോധയായി. തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നേ മുന്നം. ദിവ്യമാം അവ്യാകൃതം എന്നു ഉപനിഷദ്വാശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും. വിദ്വാൻമാർ അവിദ്യ എന്നു പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യം ആണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്ന മഹത്തത്വം എന്നല്ലോ ചൊല്ലോ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്ന്
പുനരഹങ്കാരവും പുരാ മഹത്തത്വ അഹങ്കാരവും സംസാരവും മഹദ്വേദികൾ ഏവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസം താമസം എന്ന് ഈ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നും എന്ന് അറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും പ്രേമപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദേവതകളും പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നും ദിവ്യനാം വിരാട്പുമാൻ ഉണ്ടായിരുന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യയോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. തന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശ്വനായ ദാദാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതങ്ങളായ വൃത്തികൾ ഗുണത്രയം നിത്യാംശിച്ച് ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായി ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യൻ ഏകൻ അവ്യയൻ അല്ലോ നാദ. യാതൊരു കാലം സൃഷ്ടി ജീവൻ നിശ്ചിത്പൂ ഭവാൻ മോദമോട് അപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെ ആയതു ഭവാൻ. തന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഏതാഗ്യയാ. വിദ്യ എന്നല്ലോ ചൊൽവൂ നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്ന വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നിതു അനന്തരം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം. സംഭൂജരായ സജ്ജനങ്ങളെ, ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോയ ശേഷം ദശരഥൻ്റെ മരണമായി എണ്ണത്തോണിയിൽ കിടക്കുകയാണല്ലോ. വസിഷ്ഠൻ പറഞ്ഞു, ഭരതനെ എത്രയും വേഗം വിളിക്കണം. അങ്ങനെ ഭരതനെ വിളിക്കുക. തിരിച്ചു വന്ന ഭരതൻ കണ്ടത്, ഭരതൻ നേരെ ചെന്നത് കൈകേയിയുടെ വീട്ടിലേക്കല്ല, സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ല ഭരതൻ പോയത്. ഈ സംഭവമൊക്കെ അറിഞ്ഞപ്പോൾ നേരെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുക. നേരെ കൗസല്യയിലെത്തിയത്. അമ്മേ, കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു കൗസല്യോടെ. അതാണ് ഈ സ്നേഹം എന്നുള്ളത് ഉദിക്കുന്നത് ആത്മബന്ധങ്ങളിൽ നിന്നാണ്. നമ്മളൊരു വ്യക്തിയോട് സ്നേഹമെന്ന് പറയുന്നത് രണ്ട് മനസ്സിൻ്റെ ഒരു യോജിപ്പാണ്, ഒരു ബിഹേവിയർ. നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണോ വിതയ്ക്കുന്നത്, അതാണ് കൊയ്യ എന്ന മാതിരി ഇവിടെ ഭരതൻ്റെ മനസ്സിൽ ആ ചിന്ത, തനിക്ക് തൻ്റെ കൈകേയിയേക്കാളും കൂടുതൽ ഇഷ്ടം ആരോടാ? കൗസല്യോടാ. കൗസല്യെ കണ്ടതിന് ശേഷം നേരെ കൈകേയുടെ അടുത്ത് പോയില്ല. അപ്പോൾ കൈകേയിക്ക് വലിയ വിഷമമായി.
എനിക്ക് അമ്മയെ കാണണ്ട. എൻ്റെ ജ്യേഷ്ഠനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചിട്ട് അമ്മയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്ത അമ്മ, ആ അമ്മ എന്ന പദത്തിന് യോജ്യല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഒരു പ്രവൃത്തിയാണ് മനുഷ്യനെ ഉയർത്തുന്നത്. അമ്മയായാലും സഹോദരനായാലും ശരി, ആരായാലും ശരി. അപ്പോൾ ഭരതനെ കേട്ടോടുകൂടി ശ്രീരാമചന്ദ്രനോടും അതുപോലെ തന്നെ കൗസല്യയുടെ വാത്സല്യം കൂടിയ. കാരണം എന്താ, ഇത്രയും നല്ലൊരു ജ്യേഷ്ഠനെ സമ്മാനിച്ച, ജ്യേഷ്ഠനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ അമ്മയെ നമസ്കരിക്കുകയാണ്. അതിനുശേഷം ഭരതൻ്റെ വനയാത്രയാണ്. ഭരതൻ നേരെ ചെന്നു. അവിടെ ചെന്ന വഴിക്ക് ഗുഹനും പിന്നെ ഭരത രാഘവ സംവാദത്തിൽ വ്യക്തമായിട്ട് പറയണം, ഏട്ടനെ നേരെ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഏട്ടൻ തിരിച്ചു വരണം, അമ്മ വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു വരണം. അപ്പോൾ ഭരതൻ പറഞ്ഞു, വേണ്ട അനുജ, നീ തന്നെ ഈ രാജ്യം ഭരിക്കുക, നീയാണ് അതിനൊരു യോഗ്യൻ, ഇതൊരു നിമിത്തമാണ്, എൻ്റെ ഒരു ഈ വാനപ്രസ്ഥം ഇത് നിർബന്ധമാണ്, അതിനു വേണ്ടിയാണ് ഞാൻ അവതരിച്ചതും, സംശയമൊന്നുമില്ല. നീ ചെന്ന് അയോധ്യയിൽ നല്ല രീതിയിൽ ഭരണം നടത്തണം, എൻ്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും നിനക്കുണ്ടാവും. ഭരതൻ സഹിച്ചില്ല. ഇല്ല, ജ്യേഷ്ഠനില്ലാണ്ട് ഞാൻ പോകില്ല, ജ്യേഷ്ഠനില്ലാണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്, ഈ യുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമായ അങ്ങില്ലാത്ത അയോധ്യ സ്മരിക്കാൻ കൂടി നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് എന്തായാലും വരണം, അല്ലാണ്ട് നടക്കില്ല എന്നാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലായി, എന്ത് ചെയ്യണം എന്നില്ലാത്ത അവസ്ഥയിലായി. അവസാനം ഭരതനോട് പറഞ്ഞു, ഭരത, കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുക, വരേണ്ടത് വേണ്ട സമയത്ത് വേണ്ടപ്പം നടത്തണം, ഇത് ഭഗവത് ഇച്ഛയാണ്, നീ ചെന്ന് ഭരണം നടത്തണം. അങ്ങനെ ആ ശ്രീരാമചന്ദ്രനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാദുകം മേടിക്കുക. പാദുകം മേടിച്ചുകൊണ്ടാണ് ഭരതൻ്റെ തിരിച്ചു വരവ്. കാരണം ശ്രീരാമചന്ദ്രനെ സാക്ഷിയാക്കിക്കൊണ്ട്, ശ്രീരാമചന്ദ്രന് പാദസേവ ചെയ്തുകൊണ്ട്, ശ്രീരാമചന്ദ്രൻ അവിടെ ആശ്രമ ജീവിതമാണെങ്കിൽ ഭരതനും 14 വർഷം തൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ പാദുകം വെച്ചുകൊണ്ട് എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ കഴിയുന്നത്, അതുപോലെ ഭരതൻ ചെറിയൊരു കുടിൽ കെട്ടി ഗോതമ്പുണ്ട് ഭക്ഷിച്ചിട്ടാണ് ഭരതൻ കഴിച്ചത്. അതാണ് സഹോദര സ്നേഹം. ഏറ്റവും പ്രാധാന്യം സഹോദര സ്നേഹത്തിനാണ്. ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ വ്യത്യാസമില്ലാണ്ട് രണ്ട് ശരീരം മാത്രമേ ഉള്ളൂ, ഒരേ ആത്മാവ് പോലെ പ്രവർത്തിക്കുക. അതാണ് ഭഗവാൻ തന്നെ പറയുന്നത്. എല്ലാറ്റിലും ഈ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ അംശമുണ്ടായിട്ടുണ്ട്. എല്ലാവരിലും ജീവാത്മാവുണ്ട്. ഒരു ജിജ്ഞാസുവിന് മാത്രമേ അത് അറിയാൻ സാധിക്കൂ. ജിജ്ഞാസ ഉയർന്നാലാണ് ജ്ഞാനിയാകുന്നത്. ഈ പരമാത്മാവിൻ ഓരോ ഘടകങ്ങളിലും പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും തന്നെ ഒരു ദീപമായിക്കൊണ്ട്, ഒരു സൂക്ഷ്മഘടമായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അത് മനസ്സിലാക്കിയവർക്ക് വേറൊരു മനസ്സിനെ കാണാൻ സാധിക്കൂ. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ഈ എല്ലാവരും തന്നെ ഇപ്പോൾ ജപം, വിദ്യ, നമ്മുടെ ഓരോ ധ്യാനത്തിന് പോകുന്ന ആൾക്കാർ ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവരെ എവിടെ ചെന്നാലും എല്ലാവരിലും ദൈവികത്വം കാണാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ കലിയുഗത്തിലടക്കം ശാന്തിയും സമാധാനവും ലഭിക്കൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശ്വര ധ്യാനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവർ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ മുഖത്ത് എപ്പോഴും പ്രസന്നതയായിരിക്കും, അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. കാരണം എന്താ? മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം പകരാനുള്ള ഒരു ആത്മാവ് തൻ്റെ ശരീരത്തിൽ ഭഗവാന്റെ അംശമായി കുടികൊള്ളുന്നു എന്നുള്ള റിയലൈസേഷൻ, ആ തിരിച്ചറിവ് വന്ന വ്യക്തികൾക്ക് പക്ഷികളായാലും മൃഗങ്ങളായാലും ശരി, ഏത് വ്യക്തികളായാലും ശരി സന്തോഷം പകരാൻ കഴിയും. അപ്പോൾ ഇത്തരം രാമായണത്തിൽ
ആ ഭരതരാഘവ സംവാദം തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ തലമുറയാണ്. എങ്ങനെ ഒരു ജ്യേഷ്ഠനോട് പെരുമാറണം, എങ്ങനെ അനുജനോട് പെരുമാറണം, മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം പകരുന്ന തരത്തിൽ നിത്യജീവിതത്തിൽ എങ്ങനെ സംഭാഷണം നടത്തണം എന്നുള്ളത് ഒരു കഥാരൂപേണ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വാൽമീകി മഹർഷി. അപ്പോൾ ജ്യേഷ്ഠൻ ഇതൊക്കെ ചെയ്താൽ ജ്യേഷ്ഠൻ എന്താണ്? അനുജൻ്റെ സന്തോഷമാണ്, ഈ പ്രജകളുടെ സന്തോഷമാണ്, ഈ രാജ്യത്തിൻ്റെ സന്തോഷമാണ്. ഭരതൻ നേരെ തിരിച്ച, എനിക്കെല്ലാം ജ്യേഷ്ഠനുമാണ്. ശ്രീരാമചന്ദ്രൻ എൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, എനിക്ക് എല്ലാം ആണ്. പരമാത്മാവനെയാണ്. പരമൻ, പരപുരുഷൻ, ആത്മാനന്ദൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന് എന്നും ആനന്ദം കൊടുക്കുന്നവനാ. അങ്ങനെയുള്ള ആ പരമാത്മാവ് ഒരു മനുഷ്യരൂപം കൊണ്ട് അവതരിച്ച്, ആ മനുഷ്യരൂപം അവതരിച്ചത് ഈ ലോക നന്മയ്ക്കായിക്കൊണ്ടാണ്. ആ ലോക നന്മയ്ക്കായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാമായണം ലോകത്തിലുടനീളം തന്നെ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം രാമായണം കൃതികൾ, അതുപോലെ തന്നെ ഇത്തരം ആനുകാലിക മേഖലയിലുള്ള എല്ലാ കൃതികളും ഇന്നത്തെ ജനത്തിന് എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ സാഹോദര്യം നിലനിർത്തണം, എങ്ങനെ മതേതരത്വം നിലനിർത്തണം, എങ്ങനെ സുഹൃത്ബന്ധം നിലനിർത്തണം, എങ്ങനെ ഒരു സംവാദം പൂർത്തീകരിക്കണം എന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാവ്യമാണ് രാമായണം. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെയും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.